ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തക്കാളി ചോറാണ് തയ്യാറാക്കുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്നതിൽ നിന്നും വെറൈറ്റി ആയിട്ട് തക്കാളി അരച്ചിട്ടാണ് ഈ ഒരു ചോറ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചോറ് റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 പട്ടയുടെ കഷ്ണം, 2 ഏലക്കായ, 2 ഗ്രാമ്പൂ, ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ്, അതായത് ചെറിയ ജീരകം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. സാധാരണയായിട്ട് നമ്മൾ തക്കാളി ചോറ് തയ്യാറാക്കി എടുക്കുമ്പോൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാളും കൂടുതലായിട്ട് ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇതുപോലെ തക്കാളി അരച്ചിട്ട് ചെയ്തെടുത്തപ്പോഴാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതോടൊപ്പം നമുക്ക് വേണ്ടത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇനി എരിവിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതോടൊപ്പം തന്നെ അതേ അളവിൽ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് തക്കാളി തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബാണ്. അപ്പോൾ ഒരു ക്യൂബ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. തക്കാളി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫൈനായി തന്നെ അരച്ചെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഇതിലേക്ക് 4 പച്ചമുളക് കൂടി ചേർക്കാം. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കുരുമുളക്, പച്ചമുളക് ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കാം. സവാള നന്നായിട്ട് കുഴഞ്ഞു പോകുന്നവരെ വഴറ്റിയെടുക്കരുത്. ഏകദേശം ആ പച്ചമണം മാറുന്നവരെ ഒന്ന് മെല്ലെ വഴറ്റിയെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു തക്കാളി ചോറ് റെസിപ്പിയാണിത്. അതുപോലെ തക്കാളിയൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റായിട്ടും അവർക്കൊക്കെ ഇഷ്ടപ്പെടും. സവാള ഏകദേശം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. അരപ്പത്തെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാഗി ക്യൂബ് ചേർത്തത് കൊണ്ട് മസാലയിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. ചോറ് ചേർക്കുന്ന സമയത്ത് ചോറിലേക്ക് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം തക്കാളിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവമാവുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചോറിന് കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തും അതുപോലെ ലഞ്ച് ബോക്സിലേക്കൊക്കെ വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തക്കാളി ചോറ് റെസിപ്പിയാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തക്കാളി നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശം വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഈസി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ തക്കാളി പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ്, അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ചോറൊന്ന് ചെറുതായിട്ട് ചൂടാവുന്നവരെ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചോറ് റെസിപ്പിയാണിത്. എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തക്കാളി അരിഞ്ഞു വാട്ടിയെടുത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തക്കാളി അരച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചോറ് തയ്യാറാക്കുന്നത്.
അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു എഗ് ഓംലെറ്റോ പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.